നമ്മൾ വിശദീകരിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെ വ്യഭിചാരം എന്ന് പറയുന്ന ആ ഒരു അവിഹിതമായ ബന്ധം, അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ചില മോശപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ സൂചന നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വിഹിതമായ മാർഗത്തിലൂടെയുള്ളതല്ലാത്ത മറ്റു മാർഗങ്ങൾ ഒരാൾ തേടിപ്പോവുകയാണെങ്കിൽ ഫമനിബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അള്ളാഹു അനുവദിച്ചിട്ടുള്ള വിഹിതമായ മാർഗങ്ങൾക്കപ്പുറം ആരെങ്കിലും തൻ്റെ ലൈംഗിക ദാഹത്തെ ശമനം വരുത്തുവാൻ വേറെ ഏതെങ്കിലും മാർഗങ്ങൾ ആരെങ്കിലും തേടിപ്പോവുകയാണെങ്കിൽ അവർ അതിരുകവിഞ്ഞവരാണ്, ഗുരുതരമായ പാതകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുമ്പോൾ സമൂഹം ഇപ്പോഴും അത്ര ഒരു ഗുരുതരമായ കാര്യമല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. തങ്ങളുടെ മൗലികമായ അവകാശമാണ്, മനുഷ്യാവകാശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങിയിട്ടുള്ള ചില ആളുകളുണ്ട്. LGBTIQ IAQ എന്നൊക്കെയുള്ള LGBT എന്ന പേരിൽ അറിയപ്പെടുന്ന അത്തരത്തിലുള്ള ചില കൂട്ടായ്മകൾ സ്വർഗരതിയുടെ സ്വർഗ പ്രണയത്തിൻ്റെ ആളുകൾ, അതൊക്കെ ഇന്ന് സമൂഹത്തിൽ അതിനൊക്കെ ചില പ്രത്യേകമായ നിലക്കുള്ള സ്ഥാനങ്ങളും അതൊന്നും ഒരു തെറ്റല്ല എന്നുള്ള സംസാരങ്ങളും അത്തരം കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ അതൊക്കെ എതിർക്കപ്പെടാൻ പറ്റാത്തതുമായ കാര്യങ്ങളാണ് എന്നുള്ള നിലയിൽ പലരും സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ അതിൽ നിസ്സഹായാവസ്ഥയിലുള്ള ചില വകുപ്പുകൾ അതിലുണ്ട്. ഞാൻ അതിൻ്റെ വിവരണത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ തികച്ചും ഓരോരുത്തരും എന്താണ് തൻ്റെതായ ലൈംഗികമായ ദാഹശമനത്തിനു വേണ്ടി ഓരോരുത്തരും എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുവാൻ പ്രായപൂർത്തിയായ ഓരോ സ്ത്രീക്കും പുരുഷനും അവകാശമുണ്ട്. അതിനെ ചോദ്യം ചെയ്യുവാൻ ഇവിടെ ആർക്കും പാടില്ല എന്നുള്ള ഒരു നിലപാട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു നിലപാട് തന്നെയാണ്. നിലപാട് ഓരോരുത്തർക്കും എടുക്കാം, അതല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നിലപാടെടുക്കുന്നവർക്ക് അതെടുക്കാം. നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു കാര്യമുണ്ട്, ഈ ലോകം എന്ന് പറയുന്നത് ആർക്കും എന്തും വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ഏതു വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ലോകമാണ്. ആവശ്യമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷെ മാനുഷികമായി മനുഷ്യ പ്രകൃതിയോട് തീരെ യോജിക്കാത്ത പല കാര്യങ്ങളെയും വലിയ വലിയ മനുഷ്യാവകാശങ്ങളൊക്കെയായി അതിനെ എതിർക്കുന്നത് മനുഷ്യാവകാശ ലംഘനമായൊക്കെ സമൂഹം കാണുകയാണ്. അതാണിപ്പോൾ പലപ്പോഴും അത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉയർത്തുന്ന ആളുകളിൽ പലരുടെയും ഒരു പ്രത്യേകമായ രീതി. ലെസ്ബിയൻസ് എന്ന് പറയുന്നവർ പെണ്ണും തമ്മിലാണ് അവരുടേതായ ലൈംഗികമായ കേളികൾ. അവർക്ക് പരസ്പരം വിവാഹം കഴിക്കുവാനുള്ള അനുവാദം കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുരുഷലോകത്ത് പുരുഷനും തമ്മിലുള്ള ലൈംഗികമായ ബന്ധം നമ്മൾ മനസ്സിലാക്കണം. ഒരു സമൂഹത്തെ തകർത്തെറിയുവാൻ, ഒരു രാജ്യത്തെ മുഴുവനും കീഴ്മേൽ മറിച്ചിടുവാൻ നിമിത്തമായ ഏറ്റവും വലിയ ഒരു മഹാപാപമാണല്ലോ ആ നിലക്കുള്ള പ്രവർത്തനം എന്നുള്ളത് ഖുർആനികമായ ചരിത്രത്തെ സംബന്ധിച്ച് ബാലപാഠമെങ്കിലും അറിയുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽ അത് നിലനിന്നു. അവരിലാണത് ആദ്യമായി ഉണ്ടായത് എന്ന് ഖുർആനിന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഖുർആൻ അവരോട് ചോദിക്കുകയുണ്ടായി, അതഅ്തൂന ദുക്റാന മിനൽ ആലമീൻ, നിങ്ങൾ പുരുഷന്മാരെയാണോ നിങ്ങൾ സമീപിക്കുന്നത്? അവരുടെ അടുക്കലാണോ നിങ്ങൾ
പോകുന്നത്. വതദറൂന മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളായിക്കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു തന്നിട്ടുള്ള സ്ത്രീ ലോകത്തെയും വിട്ട് പുരുഷ ലോകത്തിൽ നിങ്ങൾ അവരെ പ്രാപിക്കുവാൻ നിങ്ങൾ പോവുകയാണോ? നിങ്ങൾ എത്രമാത്രം അതിരി കവിഞ്ഞ ഒരു ജനതയാണ്. ബൽ അൻതും ഖൗമുൻ ആദൂൻ, നിങ്ങൾ വല്ലാതെ അതിരി കവിഞ്ഞിട്ടുള്ള ഒരു ജനത തന്നെയാണ് എന്ന് അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ നീചമായ പ്രവൃത്തി നിങ്ങൾക്ക് മുമ്പ് മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകരിൽ ഒരാളും തന്നെ നിങ്ങൾക്ക് മുമ്പ് ഈ നീചവൃത്തി ചെയ്തിട്ടില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. മാത്രമല്ല അവരെ വിശേഷിപ്പിച്ചത് മറ്റൊരായത്തിൽ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ എന്നാണ്, അതിരി കവിഞ്ഞ ഒരു ജനതയാണ് നിങ്ങൾ എന്ന്. സൂറത്തുൻ നംലിൽ ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ എന്നാണ് പറഞ്ഞത്. വിവരം കെട്ട വിവേകശൂന്യരായ ഒരു ജനതയാണ് നിങ്ങൾ എന്നാണ് അവരെ വിശേഷിപ്പിച്ചത്. ഇങ്ങനെ വിവേകശൂന്യരായ ജനങ്ങളെന്നും അതിരി കവിഞ്ഞ ജനങ്ങളെന്നും പരിധി വിട്ട് പ്രവർത്തിക്കുന്ന അതീവ മോശമായ നീചമായ പ്രവൃത്തി ചെയ്യുന്ന ലോകരിൽ മുമ്പൊരാളും ചെയ്തിട്ടില്ലാത്ത മഹാപാതകത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുമൊക്കെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ സദൂം നിവാസികളെ നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവെങ്കിൽ എത്രത്തോളം വൃത്തികെട്ട സംസ്കാരമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് കഠിനമായ ശിക്ഷയും നൽകുകയുണ്ടായി. ആദ്യം അവരുടെ കാഴ്ചകൾ തന്നെ പോക്കിക്കളഞ്ഞു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫതമസ്നാ അഅ്യുനഹും, അവരുടെ കാഴ്ചകളെ നാം ഇല്ലാതെയാക്കി. ആദ്യം അവർക്ക് കിട്ടിയ ശിക്ഷ അതാണ്. അവർ കണ്ണൊക്കെ കാഴ്ചയാണ് പോയി. മാത്രമല്ല ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹാ ഹിജാറതൻ മിൻ സിജ്ജീലിൻ മൻദൂദിൻ മുസവ്വമതൻ ഇൻദ റബ്ബിക വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. അല്ലാഹുവിന്റെ കൽപ്പനയാണ് വന്നപ്പോ അവരുടെ ജഅൽനാ ആലിയഹ, അവരുടെ മുകൾ ഭാഗം സാഫിലഹ, അടിഭാഗത്തേക്കാക്കി പറഞ്ഞാൽ നേരെ പൊക്കി അങ്ങോട്ട് അടിച്ചു, ഒരൊറ്റ അടി. അവരുടെ താമസം മുകൾ ഭാഗം ഭൂമിക്കടിയിലായി. അതിൻ്റെയും പുറമേ വഅംതർനാ അലൈഹ, അവരുടെ മേൽ നാം വർഷിപ്പിക്കുകയും ചെയ്തു ഹിജാറതൻ മിൻ സിജ്ജീലിൻ മൻദൂദ്, അതേ ചുട്ട് പൊള്ളുന്ന തരത്തിലുള്ള ഒരു തരം കല്ലുമഴകൾ അവരുടെ മേൽ വർഷിക്കുകയുണ്ടായി. അടയാളം വെക്കപ്പെട്ട ഏതൊക്കെ ആരുടെയൊക്കെ മേൽ ഓരോ കല്ലും ആരുടെ മേൽ വീഴണമെന്ന അടയാളം കൊത്തിവെക്കപ്പെട്ട നിലക്കുള്ള, ആർക്കും രക്ഷപ്പെടാനാവാത്ത നിലക്കുള്ള കല്ലുമഴ, ചുടുകട്ടയുടെ മഴ അവരിൽ വർഷിപ്പിച്ചു. ഈ രൂപത്തിലൊക്കെയുള്ള അതികഠിന കഠോരമായ ശിക്ഷക്ക് അവര് വിധേയമായതിന്റെ പാപം നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം വൃത്തികെട്ടൊരു സംസ്കാരമാണത്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ വ്യഭിചാരത്തിന്റെ പുറമെ, ആൺ പെണ്ണ് വ്യഭിചാരത്തിന്റെ പുറമെ അത്ര വലിയൊരു തെറ്റല്ലാത്ത നിലക്ക് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാപാതകം എന്താണ്? ശരിക്കും ആ ജനത ചെയ്തിരുന്ന ആണും ആണും തമ്മിലുള്ള ലൈംഗിക വീഴ്ച എന്ന് പറയുന്നത് ഗുദരതിയാണ്. പുരുഷന്റെ പിൻഭാഗത്തുള്ള അവന്റെ ഗുദരതി എന്ന് പറയുന്ന ആ പ്രവൃത്തിയാണ്, നീചമായ നികൃഷ്ടമായ ആ പ്രവൃത്തിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്.